അയ്യോ ഒരുപടി നമസ്കാരം. ദ മാമാൻ മോമിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം വിജയൻ ലോഹി. ഞാനും എൻ്റെ കുറേ കുഞ്ഞിപ്പാപ്പമാരും ചേർന്ന് ബോൺ നത്താലെ, അതായത് മെറി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. കുഞ്ഞിപ്പാപ്പമാരിൽ ഷോണുണ്ട്, നിയാലുണ്ട്, റീസ്, ആദി, ഇവാൻ, ഇഷാൻ, അനുക്കുട്ടൻ, അനോക്ക്, പിന്നെ എൻ്റെ പേരക്കുട്ടി അയാനുമുണ്ട്. ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞു. കുറേ പേര് അച്ഛൻ്റെ ജോലിസ്ഥലമായ ഖത്തറിലേക്ക് പോകുന്നു, കാനഡയിലേക്ക് പോകുന്നു, കുറച്ച് പേര് അമ്മ വീട്ടിലേക്കും ബന്ധു വീട്ടിലേക്കും ഒക്കെ പോവുകയാണ് അവധി ആഘോഷിക്കാൻ. ഇനി അവരെ പുതുവർഷത്തിലേക്കാണു. അതിപ്പോൾ ഞാനൊരു സർപ്രൈസിന് വേണ്ടി ട്രീ ഒക്കെ നേരത്തെ ഒരുക്കി വെച്ചു. കേക്ക്, തൊപ്പി, മുഖം മൂടിയൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. ജോസഫും മറിയവും ജനസംഖ്യാ കണക്കെടുപ്പിനായിട്ട് ദാവീദിൻ്റെ നഗരമായ ബേത്ലഹേമിലെത്തിയപ്പോൾ അവർക്ക് അന്തി ഉറങ്ങാൻ ഒരു കാലിത്തൊഴുത്താണ് കിട്ടിയത്. അവിടെ വെച്ച് കന്യകാമറിയത്തിന് യേശു എന്ന ഒരു ശിശു ജനിച്ചു. ആകാശത്തുനിന്നും മാലാഖമാർ സ്വർഗീയ ഗാനങ്ങൾ ആലപിക്കുകയും അനന്തകോടി നക്ഷത്രങ്ങൾ ആ കുഞ്ഞിനെ ഉറ്റുനോക്കുകയും ചെയ്തു. ആട്ടിടയന്മാർക്ക് നക്ഷത്രം വഴികാട്ടിയുമായി. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ക്രിസ്മസ് വിളക്കുകളും നക്ഷത്രങ്ങളും. അപ്പോൾ അയാൻ പറഞ്ഞു, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഓരോ വസ്തുവിൻ്റെയും ആചരണത്തിന് പിമ്പിൽ ഓരോ കഥകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവർക്ക് അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. അതിലൊന്നിങ്ങനെയാണ്, ക്രിസ്മസ് ട്രീയിലെ ചിലന്തിവല പോലെ തോരണങ്ങൾ ഒരുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പിമ്പിലുള്ള ഒരു കഥ. ഒരു വീട്ടിലെ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. ട്രീയുടെ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിച്ച് കുറേ ചിലന്തികൾ ഒരു മൂല ഒളിച്ചിരിക്കുകയായിരുന്നു. മനുഷ്യൻ കണ്ടാൽ കൊന്നുകളയില്ലേ? എന്നാൽ ഉണ്ണിയേശു ചിലന്തികൾക്ക് ഭംഗി ആസ്വദിക്കാനുള്ള അനുവാദം കൊടുത്തു. അതിരറ്റ സന്തോഷത്താൽ ചിലന്തികളെ തലങ്ങും വിലങ്ങും ഓടി നടന്നു. പിറ്റേന്ന് രാവിലെ ക്രിസ്മസ് ട്രീ കണ്ട് എല്ലാവരും അമ്പരന്ന് പോയി. വെള്ളി നൂലാൽ അലങ്കരിക്കപ്പെട്ട ട്രീയെ, നല്ല പഞ്ഞി പോലെ വെളുത്ത തടിയും ചുവന്ന പട്ടുകുപ്പായവും തലപ്പാവും കയ്യിൽ വളഞ്ഞ വടിയും കീശയിൽ സമ്മാനങ്ങളൊക്കെയുമായി എത്തുന്ന ക്രിസ്മസ് പാപ്പ എന്തൊരു സന്തോഷം നൽകുന്നതല്ലേ. ജിംഗിൾ ബെൽ, ശാന്തരാത്രി, തിരുരാത്രി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ക്രിസ്മസ് വിളക്കുകൾ തെളിയുകയല്ലേ. പിന്നെ കേക്കിൻ്റെ കാര്യം പറയുകയും വേണ്ട. എല്ലാത്തരം കലകളുടെയും സമ്മേളനമാണ് ക്രിസ്മസ്. ഈ ആഘോഷങ്ങൾ പുതുവർഷത്തിലേക്കാണല്ലോ നമ്മെ നയിക്കുന്നത്. മനുഷ്യഹൃദയങ്ങൾ നന്മയുടെ വെളിച്ചം പകർത്താൻ നക്ഷത്രങ്ങളായി നാം ഓരോരുത്തരും മാറണം. ക്രിസ്മസ് നവവത്സരാശംസകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.